നിങ്ങൾക്കറിയാം നിങ്ങള് ജയന്റെ മകനാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് മനസ്സിൽ വെച്ച് അച്ഛനെ പ്രാർത്ഥിച്ച് അങ്ങ് ഇരുന്നാ മതിയായിരുന്നുള്ളൂ. എന്തിനു ഫ്രണ്ടിൽ വരണം? ഇപ്പൊ പിന്നെ ഈ ഇരുന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ വന്നതല്ലേ? പറയാ, അവിടെയും കാര്യങ്ങളുണ്ട്. ഈ 2014 അവരുടെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധമായി. ജയൻ കലാ സാംസ്കാരിക വേദി ഈ സംഭവം ഏറ്റെടുത്തു. ജയന് മകനില്ല. അന്ന് പ്രായം ചെന്ന് മരിക്കാറായ കുറെ ആളുകൾക്ക് മദ്യം മേടിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചു, ഞങ്ങൾ ജയന്റെ കൂട്ടുകാരാണ്, ജയന് മകനില്ല, ജയൻ കല്യാണം കഴിച്ചില്ല. ആ കളവന്മാരെല്ലാം എനിക്കറിയാവുന്ന ആൾക്കാരാ. ഞാൻ ഉടനെ എൻ്റെ മൊബൈലും കൊണ്ട് അവരുടെ വീട്ടിനകത്ത് കയറി ചെല്ലും. സത്യം പറ, നിങ്ങൾ ഇത് ആരെ കൊണ്ട് പറയിപ്പിച്ച? അത് ആറ്റിങ്ങൽ അജയ് ഞങ്ങൾക്ക് മദ്യം മേടിച്ചെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാണ് എൻ്റെ പേര് കേസെടുക്കാൻ. ഞാൻ കേസെടുക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ വീഡിയോ കണ്ട് അവരറിയുന്നില്ല ഇത് വീഡിയോ ആക്കുന്നു. ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നു. അയ്യോ ഇത് വീഡിയോ, അയ്യോ ക്ഷമിക്കണേ, ഞങ്ങൾക്ക് അറിയത്തില്ല, പ്രിയമുള്ളവരെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തിരിച്ച് വീഡിയോ ഇട്ട് എനിക്കും മറുപടി കൊടുക്കണമല്ലോ. എന്നെക്കുറിച്ച് അപവാദം പറയാൻ കൊടുക്കണ്ടേ? എൻ്റെ ഉത്തരവാദിത്തമില്ലേ? ഞാൻ എന്ത് വന്നല്ലോ. ഞാൻ അതെല്ലാം കൊടുത്ത് ആ യുദ്ധം അവിടെ തീർന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവ്യൂസ് വരും. അല്ല, അവിടെ തീർന്നപ്പോഴാണ് മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ ചാനലിലാരെ ഞാൻ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യം. അന്നേരം അമ്മ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് വന്നേണ്ട ഒരു 4 മണിക്കൊണ്ട് വന്ന് കൊറോണ ബ്ലോക്ക്ഡ് സമയത്ത് കാര്യം ചോദിച്ചു. വേണ്ട രാത്രി 12 മണി വരെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരെല്ലാം പറഞ്ഞ് ഷൂട്ട് ചെയ്തെടുത്തിട്ട് അവരത് പബ്ലിസിറ്റി ചെയ്ത്. അവിടെ നിന്നാണ് രണ്ടാമത്തെ ഇതിങ്ങനെ സംഭവമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അതൊന്നും തവിഞ്ഞു. ഞാൻ എൻ്റെ കൂലിപ്പണി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നടന്നു പോകുന്നു. ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഒരു സീരിയലിനോ മറ്റു കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. എന്നാൽ ചില അച്ഛൻ്റെ ആരാധകർ, മണികണ്ഠൻ ചേട്ടൻ, കുറേ ആൾക്കാർ, അശോകൻ ചേട്ടൻ, സുരേഷ് ബാബു, അങ്ങനെ കുറേ ആൾക്കാർ എന്നെ കാണാൻ വരും. ഇവരെല്ലാം എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അവർ വരുമ്പോൾ അവരെ മുരളി ഇതൊരു സംവിധാന നമ്പറാണ്, മുരളി ഒന്ന് വിളി. ഞാൻ ചേട്ടാ വേണ്ട, അല്ല അങ്ങനെ വിളിക്കുമ്പോൾ ഇവരെന്നെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിക്കാറുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ ഒന്ന് വിളിക്കാറുണ്ട്. അത് ഞാൻ അങ്ങനെ ഇവരെ ബോധിപ്പിക്കുക. സത്യം